ഹലോ ഫ്രണ്ട്സ്, ഷാസ്റ്റിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ബോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അതിലും കുറച്ചുകൂടി ഫീച്ചേഴ്സ് കൂടിയിട്ടുള്ള യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെപ്പോസിറ്ററി ലിങ്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ബോട്ട് ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയും നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വർക്കിംഗ് ആവുള്ളൂ. ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾക്കിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് ലിങ്ക്, സെക്കൻഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് 2 ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിക്കാവും പോവുക. ഈ ഒരു ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞാൽ 3 ഡോട്ട് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളത് ഇടണം. അപ്പോൾ നമുക്ക് PC കമ്പ്യൂട്ടറിലുള്ളൊരു സിസ്റ്റം പോലെ നമുക്കൊരു ഇൻ്റർഫേസ് കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്ലേ അടിക്കുക. പ്ലേ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഒരു ഗ്രീൻ ബട്ടണിൽ പ്ലേ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഒരു ബാർകോഡ് പോലത്തെ ഒരു കോഡ് വരും. ആ ഒരു കോഡാണ് നമുക്ക് സ്കാൻ ചെയ്യാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ കോഡ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള രീതിയിൽ സൂം ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഓരോ 30 സെക്കൻഡിലും ഈ ഒരു ബാർകോഡ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അതായത് പുതിയ കോഡ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ അടിക്ക് പോയാൽ മതി. അപ്പോൾ പുതിയ കോഡുകൾ കിട്ടും. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ ഏത് ഫോണിലാണ് വാട്സപ്പ് ബോട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആ ഫോൺ എടുത്തിട്ട് അതിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ക്യാമറ ഓൺ ആവും. ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു ബാർകോഡ് സ്കാൻ ചെയ്യുക. ഇതേപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ സ്കാൻ ചെയ്താൽ കണക്റ്റഡ് ആവും. ഇവിടെ ആക്റ്റീവ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. കണക്റ്റഡ് ആയാൽ നമുക്കൊരു കോഡ് മെസ്സേജ് ആയിട്ട് വരും. ആ ഒരു കോഡ് കോപ്പി ചെയ്യണം. എൻ്റെ നമ്പറിൽ ഇതേ കോഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കോഡ് വരുന്നതാണ്. ഈ ഒരു കോഡ് കോപ്പി ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ആ കോഡ് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞ്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടിട്ട് ഇതേപോലെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണ് കുറച്ചുകൂടിയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അവർ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പോവാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് heroku എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിലേക്കാണ് പോവുക. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ്. ആദ്യമായിട്ട് ക്ലിക്ക് ചെയ്യണവരാണെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും വരാം, സൈനപ്പ് ചെയ്യാനും ലോഗിൻ ചെയ്യാനും. അപ്പോൾ ഇത് ലോഗിൻ ചെയ്യണം, സൈനപ്പ് ചെയ്യണ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവരാണെങ്കിൽ അങ്ങനെ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് വന്നിട്ട് രണ്ടാമത്തെ ലിങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും വരാം. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്യാനും സൈനപ്പ് ചെയ്യാനുള്ള ഒരു പേജിലേക്കാവും പോവുക. അപ്പോൾ ആദ്യം ചെയ്ത് വന്നതിന് ശേഷം രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ മുകളിൽ പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ടൊരു കോഡ് നമുക്ക് കോപ്പി ചെയ്യണം. എന്നിട്ട് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു API കീ കിട്ടും. ഈ ഒരു API കീ നമ്മൾ കോപ്പി ചെയ്തെടുക്കണം. അതിനായിട്ട് ഇവിടെ കോപ്പി അടിക്കുക. എന്നിട്ട് ഞങ്ങൾക്ക് ബാക്ക് പോവാം. ബാക്ക് പോയിട്ട് നമ്മൾ നേരത്തെ ഒരു കോഡ് മാറ്റി വെച്ച പോലെ ഈ ഒരു കോഡും മാറ്റി വെക്കുന്ന വാട്സപ്പിലാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വാട്സപ്പിൽ മാറ്റി വെക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് പാഡിലും മാറ്റി വെക്കാം. അപ്പോൾ ഇനി ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു heroku വെബ് പേജിൽ തന്നെ പോവുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആകുമ്പോൾ വരാം. ഇങ്ങനെ വന്നില്ല രണ്ടാമത്തെ ലിങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് ആപ്പ് നെയിം കൊടുക്കണം. അതിനായിട്ട് ഫസ്റ്റ് കോളത്തിൽ സ്മോൾ ലെറ്ററിൽ ആപ്പ് നെയിം കൊടുത്തിട്ട് അടുത്ത ബോക്സിൽ നമ്മൾ നേരത്തെ കോപ്പി വെച്ച, അതായത് ഫസ്റ്റ് കോപ്പി വെച്ച കോഡ് ഈ ഒരു സെക്ഷനിൽ കൊടുക്കണം. ഈ സെക്ഷനിൽ കൊടുക്കുന്നത് നമ്മൾ വാട്സപ്പ് സ്കാൻ ചെയ്ത കോഡാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലോട്ട് പോവാം. ഈ ഒരു സെക്ഷന് എപ്പോഴും നോട്ട് ചെയ്യുക. ഫസ്റ്റത്തെ സെക്ഷനിലാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും സമയം ഒരുപാട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്നും ഇങ്ങനെ അടിയിലോട്ട് പോകുന്നുള്ളൂ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ മെസ്സേജുകൾ, അതായത് നമ്മൾ വരെ കമാൻഡ് അടിച്ച ബോട്ട് വരുന്ന മെസ്സേജുകളൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ ചേഞ്ച് ചെയ്യാനൊക്കെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ബോട്ട് നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞാൻ ജസ്റ്റിൻ്റെ പേര് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ പേര് കൊടുക്കാം. ഞാൻ മുൻപ് പറഞ്ഞ് നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ കൂടുതലായിട്ട് എഡിറ്റ് ചെയ്യണമെന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡിപ്ലോയർ എന്ന് പറഞ്ഞിട്ട് കാണാം. അതിലും എൻ്റെ പേര് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് അടിയിലോട്ട് പോവുക. ഇനിയൊരു ഹീറോക്കു API കീ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ രണ്ടാമത് കോപ്പി ചെയ്ത കോഡാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ ബാക്ക് വന്നിട്ട് ഈ ഒരു കോഡ് കോപ്പി ചെയ്യുന്നുണ്ട്. ഈ API കീ അവിടെയാണ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടിയിൽ തന്നെ ഹീറോക്കു ആപ്പ് നെയിം എന്ന് കാണാം. ഈ ഹീറോക്കു ആപ്പ് നെയിം നമ്മൾ ഫസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ആപ്പ് നെയിമാണ് അത് കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്തില്ല കറക്റ്റായിട്ട് സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്താലും മതി. അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ ആ ഒരു ബോക്സിൽ ഹീറോക്കു ആപ്പ് നെയിം എന്നുള്ളിടത്ത് പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ അടിയിലോട്ട് പോവുക. അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് മലയാളം വേണമെങ്കിൽ മലയാളമൊക്കെ കൊടുക്കുക. ഞാൻ ഇംഗ്ലീഷാണ് കൊടുത്തിട്ടുള്ളത്. അത് ഓൾറെഡി അതിലുള്ളതാണ്, ഞാൻ കൊടുത്തതല്ല. അപ്പോൾ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നമ്പറൊക്കെ കാണാൻ പറ്റും. അതായത് ഈ റെപ്പോസിറ്ററി ലിങ്കിൻ്റെ ആളെ നമ്പറാണ് അതിൽ കാണുന്നത്. എന്നിട്ട് ഓണർ നെയിമൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ പേരൊക്കെ കൊടുക്കാം. മൊത്തത്തിൽ ബോട്ടിനെ എഡിറ്റ് ചെയ്യാൻ ഒരുവിധമൊക്കെ ഇതിൽ പറ്റും നമുക്ക്. അത് കഴിഞ്ഞാൽ ഞാനിവിടെ എൻ്റെ പേരാണ് കൊടുക്കുന്നത്, ഷഹസ് എന്ന് കൊടുക്കുന്നുണ്ട്. അടിയിലോട്ട് പോവാം. ഇവിടെ remove.bg എന്ന് പറഞ്ഞിട്ട് ഒരു API കീ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറിയിട്ട് API കീ വേണമെങ്കിൽ കൊടുക്കാം. അത് കഴിഞ്ഞാൽ അവിടെ അടിയിൽ സുഡോ എന്ന് പറഞ്ഞിട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. ആ നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കുക. ബോട്ടിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. +91 കൊടുത്തിട്ട് നമ്മുടെ നമ്പർ കൊടുക്കുക. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി ഒരുപാട് സെക്ഷനൊക്കെ ഉണ്ട്, അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യുക, ഫില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ പബ്ലിക്കും പ്രൈവറ്റും ഉണ്ട്. ഇതിൽ പബ്ലിക്കായിട്ടാണ് കിടക്കുന്നത്, അപ്പോൾ പ്രൈവറ്റ് ആക്കണമെങ്കിൽ പ്രൈവറ്റ് ആക്കാം. അപ്പോൾ ഇനി ഡിപ്ലോയ് ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഡിപ്ലോയ് ആപ്പ് എന്ന് കൊടുക്കണമെങ്കിൽ മുന്നേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം കറക്റ്റ് ആണോ എന്ന്. അത് കഴിഞ്ഞിട്ട് ഡിപ്ലോയ് ആപ്പ് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നെറ്റ് ഫാസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം സമയം കാത്തിരിക്കേണ്ട. നെറ്റ് സ്ലോ ആണെങ്കിൽ കുറച്ച് നേരം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ആപ്പ് ബിൽഡപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഫസ്റ്റ് ലിങ്കും സെക്കൻഡ് ലിങ്കും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ക്രോം ബ്രൗസറിൽ ഓപ്പൺ ആവാറില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ക്രോം ബ്രൗസറിൽ പോയിട്ട് ഓപ്പൺ ചെയ്താൽ മതി. നമ്മുടെ വീഡിയോയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ആവാൻ ശ്രമിക്കുക എല്ലാവരും. പിന്നെ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടും എല്ലാതും നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പേഴ്സണലായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. കാരണം ഞാൻ കൂടുതൽ ആക്റ്റീവ് മെസ്സേജുകളൊക്കെ നോക്കുന്നത് ടെലിഗ്രാമിലാണ്. ഇൻസ്റ്റാഗ്രാമിൽ വല്ലാണ്ട് ആക്റ്റീവ് ഇല്ല, കയറാറില്ല. നിങ്ങൾ ഈ ബോട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ ബാൻ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. എനിക്കിതൊരു കിട്ടിയിട്ടില്ല, എന്നാലും പറയാണ്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. കുറേ നേരമായി ആപ്പ് ബിൽഡപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മാനേജ് ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം നമ്മൾ. അപ്പോൾ ഇത്രയും സമയമൊന്നും ചിലപ്പോൾ എടുക്കില്ല, ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും, ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ മാനേജ് ആപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ രണ്ടാമത് ഈ 3 ലൈന് കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്രഷിൻ്റെ ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ ബട്ടൺ നമ്മൾ ഓണാക്കി കൊടുക്കുക, എന്നിട്ട് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ മേലെ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ വ്യൂ ലോഗ് എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ ബോട്ട് റണ്ണിങ് ആവുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ ബോട്ടിൽ വല്ല എററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ക്രാഷ് ഒക്കെ ആണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ബോട്ട് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബോട്ട് വർക്കിങ്ങിൻ്റെ വീഡിയോ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം നിങ്ങൾക്ക്. പിന്നെ ഈ ബോട്ട് കൂടുതലായിട്ട് നമുക്ക് ഉപകാരപ്പെടുക ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് മാനേജ് ചെയ്യാനൊക്കെയാണ്. അപ്പോൾ ഈ ബോട്ടിനെ അഡ്മിനാക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പിലുള്ള അഡ്മിൻസിന് തന്നെ കമാൻഡ് യൂസ് ചെയ്തിട്ട് ആൾക്കാരെ മ്യൂട്ട് ചെയ്യാനും ബാൻ ചെയ്യാനോ അതിനൊക്കെ പറ്റും. പിന്നെ സോങ് സ്റ്റിക്കർ ഉണ്ടാക്കാൻ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ന്യൂസും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ബോട്ടിൻ്റെ കമാൻഡ്സിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ കമാൻഡ് സെക്ഷൻ മാത്രമായിട്ടും അതായത് ബോട്ട് യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നോക്കാം ബോട്ട് വർക്കിംഗ് ആണോ അല്ലേന്നൊക്കെ. അപ്പോൾ അതിനായിട്ട് ഞാൻ വാട്സപ്പ് എടുക്കുന്നുണ്ട്. ഈ ബോട്ട് വർക്കിംഗ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഏത് വാട്സപ്പ് അക്കൗണ്ടിലാണ് ബോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നമുക്ക് മെസ്സേജ് വരുന്നതാണ് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഹായ് മാത്രം അയച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ BGM ഒക്കെ വരുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും.
അപ്പോൾ ഇത് ബോട്ട് വർക്കിംഗ് ആണ്, മെസ്സേജ് വന്നിട്ടുണ്ട്, BGM ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലും ചെറിയൊരു വീഡിയോ ആക്കണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ വലിയ വീഡിയോ ആയി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കധികം ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ വലിയൊരു വീഡിയോ ആവും, പിന്നെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ബോട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കുക. ഞാൻ ഈ ഇൻസ്റ്റഗ്രാമല്ല ടെലിഗ്രാമിൻ്റെ പേര് ഇവിടെ കൊടുക്കുന്നുണ്ട്, യൂസർ നെയിം. ടെലിഗ്രാം സെർച്ച് ബാറിൽ SHAHS ഷഹസ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ എൻ്റെ അക്കൗണ്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ബോട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, ജസ്റ്റ് ട്രൈ ചെയ്യുക. ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉള്ളതാണ്. അതുപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ കൂടി അമർത്തി വെക്കുക. പിന്നെ ഈ ഒരു വീഡിയോ അറിയാത്ത കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് ബോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പല വീഡിയോസുകളും കയറി ഇറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരേക്കും ബൈ.